Blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ശശിധരൻ പണിക്കർ. അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താൻ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒത്തിരി പേർ ഇന്നത്തെ എപ്പിസോഡിലൂടെ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയെങ്കിൽ തൻ്റെ മേൽ വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ നമുക്ക് ഹൃദയപൂർവ്വം ദൈവത്തോട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ശശിധരൻ പണിക്കർക്കായി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭാര്യ ശാന്തക്കായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ, ബിസിനസ്സിൽ അനുഗ്രഹങ്ങളെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മകൾ സിമിക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടിയും ജോലിയിലുള്ള അനുഗ്രഹത്തിന് വേണ്ടിയും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മകൻ തരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇരുഭാഗത്തുമുള്ള പാരൻസിനായി പ്രാർത്ഥിക്കുന്നു. രാമകൃഷ്ണ പണിക്കരെയും സരസ്വതി അമ്മയെ അങ്ങ് അനുഗ്രഹിക്കണമേ, ലളിതമ്മയെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ, ആയുസ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you so much ശശിധരൻ പണിക്കർ and family for sponsoring today's episode. കർത്താവ് ഒത്തിരി ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന തുടർന്നുള്ള മിറക്കിൾസ് ടുഡേ ടെസ്റ്റിമോണി തൃശ്ശൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ളതാണ്. സത്യൻ എന്ന ഒരു സഹോദരനെ കർത്താവ് സൗഖ്യമാക്കിയ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ്. ഇത് ദയവായി കാണുക, കേൾക്കുക. ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുമ്പോൾ വിശ്വസിക്കുക, യേശു എനിക്ക് വേണ്ടി ഇതിനേക്കാൾ വലുത് ചെയ്യാൻ പോവുകയാണ്. ബ്രദർ, ഈ സഹോദരൻ്റെ പേര് സത്യൻ എന്നാണ്. യേശു ചെയ്തൊരു അത്ഭുത സാക്ഷിയുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സഹോദരൻ 4 വർഷം മുൻപ് തൻ്റെ ശരീരത്തിൽ ചുവന്ന തടിച്ച പാടുകൾ വരുമായിരുന്നു. 4 വർഷത്തിന് മുൻപ് വന്നു. 4 വർഷം മുമ്പ് വന്നിരുന്നു. അതിനെ തുടർന്ന് തനിക്ക് അസഹ്യമായ ചൊറിച്ചിലും വന്നു. താൻ അത് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. താൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ആയുർവേദം കഴിച്ചു. പക്ഷെ ഒന്നും മാറ്റം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇത് രക്തവാദം ആണെന്നാണ് പറഞ്ഞത്. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും കട്ടിയായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നീര് വരും, ജോയിൻസ് നീര് വരും, പിന്നീട് ചൊറിഞ്ഞ് തടിക്കാൻ തുടങ്ങും. യേശു ചെയ്തൊരു അത്ഭുതം ഇതാണ്. കഴിഞ്ഞ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ, കഴിഞ്ഞ നവംബറിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഈ സഹോദരൻ ഇവിടെ വന്നിരുന്നു. ഈ ഹാളിൽ വെച്ച് തന്നെ അന്ന് വന്ന് ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. താൻ ഇങ്ങനെ പറഞ്ഞു, അതിനുശേഷം തൻ്റെ ശരീരത്തിൽ ഇതുവരെ ചൊറിഞ്ഞ് തടിച്ചിട്ടില്ല, ജോയിൻസിന് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ താൻ നല്ലവണ്ണം ജോലിക്ക് പോകുന്നുണ്ട്. 5 മാസമായി തൻ്റെ ശരീരത്തിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ് സഹോദരൻ പറയുന്നത്. അതിനുശേഷം ആ പ്രശ്നം വന്നിട്ടില്ല, അതിനുശേഷം വന്നിട്ടേയില്ല. എന്താണ് ഉണ്ടായ മാറ്റം എന്നൊന്ന് പറയാമോ? അതിനു മുൻപ് 4 വർഷം മുമ്പാണ് അങ്ങനെ ഒരു അസുഖം ഉണ്ടായത്. അപ്പോൾ എന്തെങ്കിലും കഠിനമായി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ചുവന്ന പാടുകളും തടിപ്പും വരും. പിന്നെ കയ്യിലെ ജോയിൻറ്റുകളിലൊക്കെ ഭയങ്കര വേദന, ചൊറിച്ചിൽ. അങ്ങനെ ഈ 4 വർഷത്തിനൊക്കെ പല മരുന്നുകൾ കഴിച്ചു. അങ്ങനെ TV പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. അതിനുശേഷം ബ്ലെസ്സിങ് ടുഡേ കഴിഞ്ഞ പ്രാവശ്യം ടൗൺ ഹാളിൽ വരേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ വിളിച്ച് പറഞ്ഞു,
വാദസംബന്ധമായ രോഗങ്ങൾ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് അത് പറഞ്ഞു. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നി, അത് എൻ്റെ ഉള്ളിൽ തന്നെ തോന്നിച്ചു, അത് എനിക്ക് തന്നെയാണ് എന്ന് തോന്നിച്ചു. അതിനുശേഷം ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും. നമ്മൾ ഈ രോഗസൗഖ്യങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് ഉള്ളിൽ ആത്മാവിൽ വ്യക്തമായി വിശ്വസിക്കണം. ഇത് എന്നോടാണ് എന്നുള്ളത് അകത്ത് വ്യക്തിപരമായി വിശ്വസിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം എനിക്ക് ജോലിക്ക് പോയപ്പോൾ അങ്ങനെ ചുവന്ന പാടുകളോ തടിപ്പോ ശരീരത്തിൽ കണ്ടില്ല, വേദനകൾ ഉണ്ടായില്ല, സുഖമായിട്ട് കിടന്നു. കഴിഞ്ഞ നവംബറിന് ശേഷമാണ് അതിനുശേഷം ഇത് വന്നിട്ടില്ല. ഹല്ലേലൂയ. യേശു നൽകിയ രോഗസൗഖ്യത്തിനായി കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. ഈ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നമ്മുടെ അകത്തുള്ള വിശ്വാസം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും നെഞ്ചിൽ കൈവച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സഹോദരന് കൊടുത്ത ഈ അത്ഭുതകരമായ രോഗസൗഖ്യത്തിനായി നന്ദി പറയും. ഇതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കൂടെ ഈ സാക്ഷ്യം പ്രസ്താവിക്കപ്പെടുന്ന ഈ വേളയിൽ സൗഖ്യമാകട്ടെ. അവരെവിടെയാണെങ്കിലും നിങ്ങളിപ്പോൾ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ഉള്ളിൽ വിശ്വസിക്കുക, എൻ്റെ കാര്യമാണ്. ഉള്ളിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ആമേൻ. ഈ ആഴ്ചയിലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദേശ പരമ്പരയിലേക്ക് നമ്മൾ തിരികെ വരികയാണ്. ഗോഡ് ഹു റിമെമ്പേഴ്സ് അസ്, നമ്മെ ഓർക്കുന്ന ദൈവം. പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ ഓർത്തിരിക്കുന്നു എന്നറിയുമ്പോൾ നമുക്കുള്ള സന്തോഷം എന്താ? ഉദാഹരണത്തിന് നമ്മുടെ ചീഫ് മിനിസ്റ്ററോ നമ്മുടെ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ ഒരു വലിയ ഉന്നതനായ ഒരു വ്യക്തിയോ നമ്മളെ ഓർക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ അക്നോളജ് ചെയ്യുന്നു. എത്ര വലിയ സന്തോഷമായിരിക്കും. എന്നാൽ സകല പ്രപഞ്ചത്തിൻ്റെയും നിർമ്മാതാവും പരിപാലകനുമായ നമ്മുടെ ദൈവം നമ്മുടെ പേര്, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ ഇതെല്ലാം ഓർത്തിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ എത്ര വലിയ സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുക. ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾക്ക് ഒരുമിച്ച് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് ചെന്ന് ഇന്നത്തെ ആ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. വചനഭാഗങ്ങൾ കുറിച്ച് വയ്ക്കണം, ഓർക്കണം, ധ്യാനിക്കണം, പ്രാപിക്കണം. ഇതിന് ശേഷം തിരിച്ചു വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Let's read Luke chapter 1 verse number 68 onwards. നമുക്ക് എല്ലാവർക്കും ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 68 മുതൽ 71 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Praise be to the Lord, the God of Israel, because he has come and has remembered his people. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധരിച്ചിരിക്കുന്നുവല്ലോ. And has redeemed his people. And verse number 69, he has raised up a horn of salvation for us in the house of his servant David. പണ്ടേ തന്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ അവിടുന്ന് തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. Horn of salvation is Jesus our savior. ഇവിടെ രക്ഷയുടെ കൊമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. Hallelujah. Hallelujah. He is the horn of our salvation. നമ്മുടെ രക്ഷയുടെ കൊമ്പ് യേശുവാണ്. Hallelujah. Hallelujah. And if you hold that horn, you will be saved. ആ കൊമ്പിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. Hallelujah. Hallelujah. So God remembers his children. കർത്താവ് തന്റെ മക്കളെ ഓർക്കുന്നു. And verse number 71 says salvation from our enemies, from the hand of all who hate us. 71-ാം വചനം നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടതിന് തന്നെ. Hallelujah. Hallelujah. Jesus is known as the last Adam. കർത്താവ് അവസാനത്തെ ആദാം എന്നാണ് അറിയപ്പെടുന്നത്. Everybody say last Adam. എല്ലാവരും പറയാമോ അവസാനത്തെ ആദാം? The original promise, the first promise was given to the first Adam. ആദ്യത്തെ വാഗ്ദത്തം നൽകപ്പെട്ടത്, യഥാർത്ഥ വാഗ്ദത്തം നൽകപ്പെട്ടത് ഒന്നാമത്തെ ആദമിനായിരുന്നു. Genesis 3:15, God gave promise to the first Adam.
ഉൽപ്പത്തി പുസ്തകം 3:15 ആദ്യത്തെ ആദാമിനാണ് ദൈവം വാഗ്ദത്തം നൽകിയത്. The last Adam came to this world to fulfill the promise to the first Adam. എന്നാൽ അവസാനത്തെ ആദാം ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നാമത്തെ ആദാമിന് നൽകിയ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമായിട്ടാണ്. Hallelujah. ഹല്ലേലൂയ. The promise that was given to the first Adam was fulfilled in the last Adam. ഒന്നാമത്തെ ആദാമിന് നൽകിയ വാഗ്ദത്തം അവസാനത്തെ ആദാമായ യേശു പൂർത്തീകരിച്ചു. Between the first Adam and the last Adam there are 4,000 years period. ഒന്നാമത്തെ ആദാമിനും അവസാനത്തെ ആദാമിനും ഇടയിൽ 4000 വർഷത്തെ ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസമുണ്ട്. Hallelujah. ഹല്ലേലൂയ. But still God remembered his promise. പക്ഷേ കർത്താവ് അവന്റെ വാഗ്ദത്തത്തിനെ മറന്നു കളഞ്ഞില്ല. Sometimes years will elapse. ഒത്തിരി വർഷങ്ങൾ ചിലപ്പോൾ കടന്നു പോയേക്കാം. But God will still remember the promise to his children. പക്ഷേ തന്റെ മക്കളോട് ചെയ്ത വാഗ്ദത്തങ്ങൾ അവൻ ഓർത്തിരിക്കുന്ന ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. Sometimes you may think that God has forgotten me. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അയ്യോ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. Oh, 1961 God gave me a promise. 1961 കർത്താവ് എനിക്ക് ഒരു വാഗ്ദത്തം നൽകി. Till today it's not fulfilled. പക്ഷേ ഇത്രയും നാളായിട്ട് അത് നിവൃത്തിയായില്ലല്ലോ. Do you know one thing? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? God has no memory problem. God is waiting for the right time to come. കർത്താവിന് മറവി ഇല്ലേ ഇല്ല, യഥാർത്ഥ സമയത്തിന് വേണ്ടി തക്ക സമയത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. You must understand one thing, God is using a different watch. നിങ്ങൾക്ക് അറിയാമായിരിക്കും കർത്താവ് വ്യത്യസ്തമായ ഒരു വാച്ചാണ് യൂസ് ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. He is using a different watch. നമ്മളുടെ പോലത്തെ വാച്ച് അല്ല, വളരെ വ്യത്യസ്തമായ ഒരു വാച്ചാണ് കർത്താവ് യൂസ് ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. God remembers all the covenants. കർത്താവ് എല്ലാ ഉടമ്പടികളെയും ഓർക്കുന്നു. He cut a covenant with Noah. ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്തു. He cut a covenant with Abraham. അബ്രഹാമുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. Another covenant with Moses. മോശയുമായി ഉടമ്പടി ചെയ്തു. And with David. ദാവീദുമായി ചെയ്തു. And so many children of God. അങ്ങനെ ഒത്തിരി ദൈവപുരുഷന്മാരുമായി ചെയ്തു. Luke chapter 1 verse number 72 says, ലൂക്കോസ് 1:72 പറയുന്നു, to show mercy to our fathers and to remember his holy covenant. അവിടെ വായിക്കുന്നത് 72-ാം വചനം, നമ്മുടെ പിതാക്കന്മാരോട് കരുണ കാണിക്കേണ്ടതിനും നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ശപഥപൂർവം ചെയ്ത വിശുദ്ധ ഉടമ്പടി ഓർത്തുകൊണ്ട്. When a covenant was cut in the olden days, പണ്ടൊക്കെ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ it was a process. അത് വലിയൊരു പ്രക്രിയ തന്നെയായിരുന്നു. Even animals will be sacrificed. മൃഗങ്ങൾ അവിടെ യാഗം കഴിക്കപ്പെടുമായിരുന്നു. And so many memorials will be put up. ഒത്തിരി സ്മാരകങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെടും. To remember the covenant between two people groups or two families or two persons. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഈ രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് ഗോത്രങ്ങൾ തമ്മിലോ കുടുംബങ്ങൾ തമ്മിലോ ചെയ്യുന്ന ഈ ഉടമ്പടിയെ ഓർത്തിരിക്കുവാൻ വേണ്ടി. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? God says, കർത്താവ് പറയുന്നു, I am making a covenant with you. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുമായി ഇന്നൊരു ഉടമ്പടി ചെയ്യുന്നു. When Jesus came to this world, യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ he made a covenant with us with his own blood. കർത്താവ് നമ്മളുമായി ഒരു ഉടമ്പടി ചെയ്തത് തന്റെ സ്വന്തം രക്തം കൊണ്ടാണ്. Not with animal sacrifice. ഒരു മൃഗത്തിന്റെ രക്തം കൊണ്ടല്ല. Not through the exchange of belts or dress. വസ്ത്രങ്ങളോ ബെൽറ്റുകളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടല്ല. He gave his own blood. അവൻ തന്റെ സ്വന്തം രക്തം നൽകി. So that covenant is known as the blood covenant. അതുകൊണ്ട് ആ ഉടമ്പടി വിളിക്കപ്പെടുന്നത് രക്ത ഉടമ്പടി എന്നാണ്. Jesus made this covenant with his own life blood. കർത്താവ് ഈ കവണന്റ് ചെയ്തത്, ഉടമ്പടി ചെയ്തത് തന്റെ സ്വന്തം ജീവരക്തം കൊണ്ടാണ്. Meaning he used his own life for it. അതിന്റെ അർത്ഥം ഇതാണ്, തന്റെ സ്വന്തം ജീവൻ അവൻ അതിനുവേണ്ടി ഉപയോഗിച്ചു. Meaning he will never break his covenant. അതിന്റെ അർത്ഥം അവൻ ഒരിക്കലും ആ ഉടമ്പടി ലംഘിക്കുകയില്ല. Hallelujah. ഹല്ലേലൂയ. When you receive Jesus നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, into your heart as your personal savior, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, the covenant will come alive. ആ ഉടമ്പടി ജീവൻ പ്രാപിക്കുന്നു. Hallelujah. Hallelujah. Every time when you participate in the Lord's Supper, നിങ്ങൾ ഓരോ സമയം കർത്താവിന്റെ മേശയിൽ പങ്കുകൊള്ളുമ്പോൾ, the covenant will become alive. ആ ഉടമ്പടി ജീവൻ പുതുക്കം പ്രാപിക്കുന്നു, ജീവൻ പ്രാപിക്കുന്നു. All of the covenants were temporary, but this covenant, the blood covenant of Jesus, is eternal. എല്ലാ ഉടമ്പടികളും ഒരു താൽക്കാലികമായിരുന്നു, എന്നാൽ യേശു ചെയ്ത ആ രക്ത ഉടമ്പടി അത് നിത്യ
നിത്യമായതാണ്. Meaning you will never be forgotten all throughout the future eternity. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ഒരു നാളും ആ നിത്യതയോളം നിങ്ങൾ ഓർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുകയില്ല. Because this is not a silly covenant, this is not just a contract, this is not just a treaty, this is a blood covenant with the blood of the Son of God. ഇത് സാധാരണ ഒരു ഉടമ്പടിയല്ല, സാധാരണ ഒരു കരാറല്ല. ഇത് സാക്ഷാൽ ദൈവപുത്രൻ തന്റെ സ്വന്തം ജീവരക്തം കൊണ്ട് നിങ്ങൾക്കുമായി ചെയ്ത ഒരു ഉടമ്പടിയാണ്. Hallelujah. Hallelujah. Jesus is the healer. യേശു സൗഖ്യമാക്കുന്നവനാണ്. He is the miracle worker. അവർ അത്ഭുതം ചെയ്യുന്നവനാണ്. When Jesus was arrested, യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ Peter showed up പത്രോസ് എഴുന്നേറ്റ് വന്നു with his sword, അവന്റെ വാളുമായി. and he cut the soldier's ear. അവൻ ഒരു പടയാളിയുടെ ചെവി അറുത്തു കളഞ്ഞു. The ear fell down. ആ ചെവി താഴെ വീണു. But Jesus took the ear യേശു ആ ചെവി എടുത്ത് and fixed it. അവൻ ഫിക്സ് ചെയ്തു വെച്ചു. Not with super glue, അവൻ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു not with വെച്ചതല്ല, araldite. വെച്ച് ഒട്ടിച്ചതല്ല. He healed it. അവൻ കൈവച്ചു അതിനെ Because സൗഖ്യമാക്കി. he is the creator, he is the healer. കാരണം അവൻ സൃഷ്ടാവാണ്, അവൻ സൗഖ്യമാക്കുന്നവനാണ്. Within a few hours Jesus was crucified. ചില മണിക്കൂറുകൾക്ക് ശേഷം യേശു ക്രൂശിക്കപ്പെട്ടു. Before he was crucified, he was whipped 39 times. അവൻ ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് ചാട്ടവാറുകൊണ്ട് 39 അടികൾ അവൻ ഏറ്റു. His hands were pierced അവന്റെ കൈകൾ with തുളക്കപ്പെട്ടു, nails. ആണികളാൽ തുളക്കപ്പെട്ടു. Jesus rose up from the dead. കർത്താവ് മരണത്തിൽ നിന്നും എഴുന്നേറ്റു. But even today, പക്ഷെ ഇന്നും he has the scar. അവന് ആ ആണി കൊണ്ടുള്ള മുറിവിന്റെ പാട് അവിടെയുണ്ട്. He's the healer. അവൻ സൗഖ്യമാക്കുന്നവനാണ്. But these wounds are not healed. പക്ഷെ ഈ മുറിവ് ഉണങ്ങിയിട്ടില്ല. It is retained there. അത് അവിടെ അതുപോലെ തന്നെയുണ്ട്. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? All through the eternity, നിത്യത Jesus will മുഴുവൻ carry these wounds. നിത്യത മുഴുവൻ തന്റെ കൈയിലെ ആണിപ്പാടുകൾ അവൻ വഹിച്ചുകൊണ്ട് നടക്കും. With that hand he is healing even millions today. ഇന്നും ലക്ഷോപലക്ഷം ജനങ്ങളെ അവൻ സൗഖ്യമാക്കുന്നത് ആ മുറിവേറ്റ കരം കൊണ്ട് തന്നെയാണ്. The spiritual blood of Jesus even now coming out. ആ യേശുവിന്റെ ആണിപ്പഴുതേറ്റ കരത്തിൽ നിന്നും ആത്മീകമായ യേശുവിന്റെ രക്തം ഇപ്പോഴും ഒഴുകുന്നുണ്ട്. Why? Because this covenant is eternal and everlasting. കാരണം ഈ ഉടമ്പടി എന്നുള്ളത് നിത്യമായതാണ്, ഒരിക്കലും മാറ്റമില്ലാതെ നിത്യമായതാണ്. That's why you can live here boldly even before Lucifer or all the evil forces or all the evil people, because Jesus says, I will never leave you nor forsake you, because I have made a covenant with you. അതുകൊണ്ട് നിങ്ങൾ ദൈവമക്കളെ, നിങ്ങൾക്ക് ധൈര്യത്തോടെ സാത്താന്റെ മുൻപാകെ, സാക്ഷാൽ ലൂസിഫറിന്റെ മുൻപാകെ, അവന്റെ ദൂതഗണത്തിന്റെ മുൻപാകെ നിനക്ക് ധൈര്യത്തോടെ നെഞ്ചു വിരിച്ചുകൊണ്ട് ജീവിക്കാം. കാരണം അവൻ നിന്നോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. Never be afraid of any devil. ഒരു സാത്താനെ നീ ഭയപ്പെടേണ്ട. Never be afraid of any man. ഒരു മനുഷ്യനെ നീ ഭയപ്പെടേണ്ട. Never be afraid of any weapon. ഒരു ആയുധത്തെ നീ ഭയപ്പെടേണ്ട. Because Jesus says, I will remember you because of the covenant, blood covenant I have made with you. കാരണം കർത്താവ് പറയുന്നു, ഞാൻ നീയുമായി ചെയ്ത ആ രക്ത ഉടമ്പടി മുഖാന്തരം ഞാൻ നിന്നെ എപ്പോഴും ഓർക്കും. Clap your hands for this Jesus. ഈ യേശുവിനെ കരങ്ങളെ ചേർത്തടിച്ച് ആരാധിച്ചാലും. What a wonderful savior we have. എത്ര നല്ല രക്ഷകൻ, എത്ര നല്ല യേശു. Hallelujah. Hallelujah. Praise God. Hallelujah. Psalm 98 and verse number 3 says, സങ്കീർത്തനങ്ങൾ 98 അധ്യായം 3 വചനം പറയുന്നു, He remembers his truth. അവൻ തന്റെ സത്യത്തെ ഓർക്കുന്നു. The truth is found in the word. ആ സത്യം കാണപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിലാണ്. Meaning he will never change his word. അതിന്റെ അർത്ഥം ഇതാണ്, അവൻ തന്റെ വാക്കുകൾ, വചനങ്ങൾ ഒരിക്കലും മാറ്റുകയില്ല. If something is written in the word, ദൈവത്തിന്റെ വചനത്തിൽ എന്തെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ he will never change it. അവൻ ഒരിക്കലും അത് മാറ്റുകയില്ല. He will always remember it. അവൻ എപ്പോഴും അത് ഓർക്കും. The Bible says the word of God, the scripture is always established
before the throne of God. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവസിംഹാസനത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ വചനങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. It is always established there. അത് എപ്പോഴുമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. Hello. That's why Jesus, the heaven will pass away. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ പറഞ്ഞത്, സ്വർഗം പോകും. The earth shall pass away. ഭൂമിയും മാറിപ്പോകും. But my word will never pass away. പക്ഷേ എൻ്റെ വചനങ്ങൾ ഒരു നാളും മാറിപ്പോവുകയില്ല. Hallelujah. He will never change his word. അവന്റെ വാക്കുകൾ അവൻ ഒരു നാളും ഒരിക്കലും മാറ്റുകയില്ല. Praise God. Praise the Lord. Psalm 98 again says the same verse number 3 says, he always remembers his mercy. ആ സങ്കീർത്തനങ്ങൾ 98-ന്റെ 3-ാം വചനം വീണ്ടും പറയുന്നു, അവൻ തന്റെ ആർദ്ര സ്നേഹവും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. Hallelujah. He always remembers his mercy towards us. തന്റെ കരുണ, തന്റെ മക്കളോടുള്ള കരുണയെ ഓർക്കുന്നവനാണ്. Hallelujah. Just as a father is merciful towards his children, God is merciful to us. ഒരു പിതാവ് അപ്പൻ മക്കളോട് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ദൈവം നമ്മളോട് കരുണയുള്ളവനാണ്. Hallelujah. So when you pray, you must know that God is merciful to you. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ദൈവം നമ്മുടെ കരുണയുള്ളവനാണ്. Hallelujah. Praise God. Praise the Lord. നാളെ കോഴഞ്ചേരിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. സ്ക്രീനിൽ പല പ്രാവശ്യമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം നോക്കി വന്ന് അനുഗ്രഹം പ്രാപിക്കണം. മറ്റന്നാൾ ശനിയാഴ്ച കാട്ടാക്കടയിൽ തിരുവനന്തപുരത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. ദയവായി വരണം, നേരത്തെ വരണം. ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലൂടെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള ഒരു ഗിഫ്റ്റ് പോലെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ആശിഷമാരി, അതുപോലെ എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷ് മലയാളത്തിലുമുള്ളത്, അത് കൂടാതെയുള്ള വിവിധ സന്ദേശങ്ങളുടെ CD-കൾ ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. കർത്താവ് ഇതിലൂടെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ഈ ഞായറാഴ്ച സിസ്റ്റർ ക്ഷമ പറവൂർ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഉണ്ടായിരിക്കും. ദയവായി അവിടെ എത്തിച്ചേരാവുന്നവരെല്ലാം എത്തിച്ചേർന്ന് അനുഗ്രഹങ്ങൾ നിറയണം. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ രോഗങ്ങളും സൗഖ്യമാകട്ടെ. സന്ധിവാദം, ആമവാദം, ആർത്രൈറ്റിസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിടപ്പിലായിരിക്കുന്ന ചില രോഗികൾ സൗഖ്യമാകട്ടെ. ഒരു വീട്ടിൽ ചിലരെ കർത്താവിനെ കാണിക്കുന്ന വീട്ടിൽ തന്നെ നഴ്സുമാരോ ആരൊക്കെ വന്ന് ഇഞ്ചക്ഷൻ നൽകുകയും ട്രീറ്റ്മെൻറ്റ് നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില രോഗികൾ വീടിനകത്ത്, ഇതോടെ ഞാൻ തീരും എന്ന് വിചാരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ. അസ്ഥി വളഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നേരെയാകട്ടെ. മൂക്കിൻ്റെ അസ്ഥി വളഞ്ഞിരിക്കുന്നത്, മൂക്കിൻ്റെ അകത്ത് ദശ വളർന്നിരിക്കുന്ന, ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ഹൈ BP നോർമൽ ആകട്ടെ. ഹൈ ഷുഗർ നോർമൽ ആയി മാറട്ടെ. ഡയബറ്റീസ് സൗഖ്യമാകട്ടെ. ആന്തരാവയവങ്ങൾ സൗഖ്യം സ്വീകരിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. സാമ്പത്തിക ക്ലേശങ്ങൾ ജനം പുറത്തു വരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമ്മുടെ ഈ സന്ദേശ പരമ്പര അവസാനിക്കുകയാണ്. എന്നാൽ പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ സന്ദേശ പരമ്പര ഈ ഒരാഴ്ചയിലെ 5 എപ്പിസോഡുകളിലൂടെ അതിലെ ചില ക്ലിപ്പിങ്സ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ. ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള സന്ദേശം CD-യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് സ്ക്രീനിലെ നമ്പറുകൾ വിളിച്ച് ആവശ്യപ്പെടാം.
കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ശമരിയ സ്ത്രീക്ക് എന്ത് നൽകാമെന്നാണ് യേശു പറഞ്ഞത്? വാട്ട് ഡിഡ് ജീസസ് സേ he could give the woman of Samaria? ഓപ്ഷൻസ്: എ നിത്യജീവൻ, ബി ജീവജലം, സി ആരാധനയുടെ ആത്മാവ്, ഡി യാക്കോബിന്റെ കിണർ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.